കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മൂവാറ്റുപുഴയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. നഗരസഭയിലെ 30 വാർഡുകളിലെയും ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 8 പഞ്ചായത്തുകളിലെ വാർഡുകളിലേക്കുമുള്ള പോളിംഗ് സാമഗ്രികളാണ് വിതരണം ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടത്തി. നഗരസഭയിലെ 30 വാർഡുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ നഗരസഭ ഓഫീസിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 8 പഞ്ചായത്തുകളിലെയും വാർഡുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ നിർമ്മല ഹൈസ്കൂളിൽ നിന്നും വിതരണം ചെയ്തു. നിർമ്മല സ്കൂളിൽ 15 കൗണ്ടറുകളിലായാണ് വിതരണം നടത്തിയത്. 1000-ലധികം ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയെന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലെയും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ബ്ലോക്ക് പ്രിസൈഡിംഗ് ഓഫീസർ RTO PN അനി പറഞ്ഞു. ഇവിടെ നിന്ന് 1000-ഓളം വിവിധ ഉദ്യോഗസ്ഥർ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വർക്ക് ചെയ്യുന്നവർ, വിവിധ ROമാരുടെ സ്റ്റാഫുകൾ, പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ, ഇത്രയും പേര് ഹാജരായി അവരുടെ സാധനങ്ങൾ കൈപ്പറ്റി അവർ ബൂത്തുകളിലേക്ക് പോകുന്നതാണ്. എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. യാതൊരു പ്രശ്നങ്ങളും ഇതുവരെ ഇല്ല. എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട്. നഗരസഭയിലെ 30 വാർഡുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ നഗരസഭ ഓഫീസിൽ തിങ്കളാഴ്ച രാവിലെ തന്നെ വിതരണം ചെയ്തിരുന്നു. ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റി വാഹനങ്ങളിൽ അതാത് പോളിംഗ് ബൂത്തുകളിലേക്ക് മടങ്ങി. ചൊവ്വാഴ്ച രാവിലെ 7 മുതലാണ് പോളിംഗ് ആരംഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.